ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം പഠിച്ചു വരികയായിരുന്നല്ലോ. നമുക്ക് ഈ എപ്പിസോഡിൽ 1-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആ ഭാഗമൊന്ന് ആദ്യം വായിക്കാം. നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി. ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയവരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റു വിജാതീയരുടെ ഇടയിലെന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലം ഉളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. റോമിലെ ക്രിസ്ത്യാനികൾക്ക് ഈ കത്തെഴുതുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനി സമൂഹം അതിപ്രബലർ ആയിരുന്നെന്ന് കരുതരുത്. റോമ സന്ദർശിച്ചവർക്ക് അറിയാം, അവിടെ പുരാതന കാലത്തെ വലിയ കെട്ടിടങ്ങൾ, രാജകൊട്ടാരങ്ങൾ, പബ്ലിക് സ്ക്വയർ എല്ലാമുണ്ട്. എന്നാൽ അവിടെ ചില അപ്രതീക്ഷിത കാര്യങ്ങളും ഉണ്ടായിരുന്നു. നഗരത്തിൻ്റെ മധ്യഭാഗം പലപ്പോഴും കനത്ത വെള്ളപ്പൊക്കത്തിന് വിധേയമാകുന്ന സ്ഥലമാണ്. റോമിലെ ക്രിസ്ത്യാനികൾക്ക് ഈ കത്തെഴുതുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അതിശക്തർ ആയിരുന്നില്ല. ടൈബർ നദി ആ നഗരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടെയാണ് റോമിലെ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചിരുന്നത്. പുരാതന റോമിലും ഇന്നത്തെ പോലെ തന്നെ സമ്പന്നർ മലമുകളിലായിരുന്നു താമസിച്ചിരുന്നത്. യേശു ജനിച്ച സമയത്ത് ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസിൻ്റെ കൊട്ടാരം അതിലൊരു മലയുടെ മുകളിലായിരുന്നു. പൗലോസ് ഈ കത്ത് എഴുതുമ്പോൾ ചക്രവർത്തിയായിരുന്ന നീറോയുടെ ഭംഗിയുള്ള കൊട്ടാരവും മറ്റൊരു മലയിലായിരുന്നു. എന്നാൽ ദരിദ്രർ താമസിച്ചിരുന്നത് നദിക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലുമായിരുന്നു. ഇവിടെയാണ് ആദ്യകാല റോമ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നത്. ഈ മഹത്തായ കത്ത് ആദ്യമായി വായിക്കപ്പെട്ടത് അധികാര കേന്ദ്രത്തിനപ്പുറം നദിക്കരയിലുള്ള ദരിദ്ര പ്രദേശത്തെ ഒരു വീട്ടിൽ ആയിരിക്കാനാണ് സാധ്യത. 8-ാം വാക്യത്തിൽ പൗലോസ് റോമിലെ വിശ്വാസികളെക്കുറിച്ച് ആദ്യം പറയുന്നത് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ലോകമെങ്ങും സംസാരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശാന്തമായി നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ വിശ്വാസം എപ്രകാരമുള്ളതെന്ന് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസം നമ്മുടെ വീടിനുള്ളിലോ പള്ളിക്കുള്ളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അതോ നമ്മുടെ പ്രവർത്തികളിലൂടെയും സ്വഭാവത്തിലൂടെയും മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സാക്ഷ്യം അവൻ്റെ ലോകമറിയുന്ന വിശ്വാസവും ജീവിത രീതിയുമാണ്. പൗലോസ് റോമിലെ ക്രിസ്ത്യാനികളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ പ്രാർത്ഥനയിൽ അവരെ എപ്പോഴും ഓർക്കാറുണ്ട് എന്ന് പറയുന്നു. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, മറിച്ച് മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവാണ്. മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ആത്മീയ ശുശ്രൂഷയാണ്. 11-12 വാക്യത്തിൽ പൗലോസ് റോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം നൽകാനാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം തിരുത്തി പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ എന്ന്. സഭയിലെ കൂട്ടായ്മയിലെ ആരും വലിയവരല്ല. ശുശ്രൂഷിക്കുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ പരസ്പര വിശ്വാസത്തിലൂടെ പ്രോത്സാഹനം നേടുന്നു എന്ന ഒരു വസ്തുത ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരാളെ ആത്മീയമായി സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാമും ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ശേഷം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഗ്രീക്കുകാർക്കും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ് എന്ന്. പ്രിയരെ, സുവിശേഷം എന്നത് നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച്
അതൊരു കടമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച ഓരോ വ്യക്തിക്കും അത് ലോകത്തോട് പങ്കുവയ്ക്കാൻ ഒരു ബാധ്യതയുണ്ട്. പണമില്ലാത്തവനും പണമുള്ളവനും പദവിയില്ലാത്തവനും ഉള്ളവനും ഒരുപോലെ ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരസ്പരം വിശ്വാസത്തിൽ വളരാം. എല്ലാറ്റിനുമുപരി സുവിശേഷം അറിയിക്കേണ്ട കടക്കാരനാണ് ഞാൻ എന്ന ബോധ്യത്തോടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.